എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരു മനുഷ്യ മനസ്സിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന് തെളിവുകളുടെ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. മനുഷ്യന് ദൈവം സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, അല്ലേ? സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള ജീവികളിൽ നിന്ന് ഒരു വിശേഷണ ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെ. പക്ഷെ പലപ്പോഴും മൃഗങ്ങളെക്കാൾ താണ നിലയിൽ നമ്മൾ പലരോടും പെരുമാറിപ്പോകും. ഒരുപക്ഷെ അത് സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദമായിരിക്കാം. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാനും അതുപോലെ മുറിവേൽക്കാതെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വാക്കുകളെക്കുറിച്ചാണ്. വാക്കുകൾ നമ്മൾ ഒരുപാട് പ്രയോഗിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ വാക്കുകൾ അവസരോചിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സുഖം കിട്ടും, അതിൻ്റെ ഗുണം നമുക്കും മറ്റുള്ളവർക്കും കിട്ടും. അതുപോലെ പല വാക്കുകളും അനവസരത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആ വാക്ക് പ്രയോഗം പല മനസ്സുകളെയും തളർത്താം, അല്ലേ? അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമുക്ക് തോന്നി നമ്മൾ പറഞ്ഞു. പക്ഷെ അതിൻ്റെ മറുവശം നോക്കിയാൽ അത് കേട്ട് നിൽക്കുന്ന അവർക്കൊരുപാട് സങ്കടം തോന്നിക്കാണും, വിഷമം തോന്നിക്കാണും. കാരണം അവരുടെ ജീവിത സാഹചര്യം, അവർ വളർന്നു വന്നത്, അപ്പോഴവർ നിൽക്കുന്ന ആ മാനസിക സാഹചര്യം, മാനസികാവസ്ഥ, അതനുസരിച്ചാണ് അവരുടെ ആ വ്യത്യാസം അവരുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അപ്പോൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു, നമ്മളവരെ അപ്പോൾ തന്നെ അഭിനന്ദിക്കുന്നു, പറയുന്നു, വെരി ഗുഡ്, വെൽ ഡൺ, വളരെ നന്നായിട്ടുണ്ട്. ആ മനസ്സിന് വളരെ ഒരു സന്തോഷം കിട്ടും, അല്ലേ? അതേസമയത്ത് നമ്മൾ അത്രയും ആളുകൾ ഇപ്പോൾ ഒരാൾ പറയുന്നതിനിടയിൽ ഒരാൾ പറയുകയാണ്, അതത്ര വലിയ കാര്യമൊന്നുമില്ല, അത് വളരെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ആ മനുഷ്യനെ മനസ്സിലാവുന്ന ആ ഒരു വിഷമം, അതൊരു ഭയങ്കര വിഷമമാണ്. അത് നമുക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പം നമ്മൾ വലിയ വലിയ മനുഷ്യന് തന്നെ ഇത്രയും മാറ്റങ്ങൾ വരികയാണെങ്കിൽ പിഞ്ചു മനസ്സുകൾക്ക് എത്രമാത്രം വ്യത്യാസം വരുത്താൻ, ചലനങ്ങൾ വരുത്താൻ, ആ മനസ്സിൽ പല ചലനങ്ങൾ വരുത്താൻ സാധിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു, വളരെ നന്നായിട്ട് പഠിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുവട്ടെ പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ മാഷുടെ മകൻ, ടീച്ചറുടെ മകൻ എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക ഒരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. അത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം എല്ലാ ക്ലാസ്സിൽ 100% മാർക്കുകൾ വാങ്ങിയിട്ട് വരുന്ന എന്നോട് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും അങ്ങനെ പഠിക്കാൻ പറയാറില്ലായിരുന്നു. അവൻ പഠിച്ചോളൂ, കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം എന്തോ ഒരു കാരണവശാൽ കണക്കിൽ 5 മാർക്ക് കുറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകുന്ന ആ വയസ്സിലുള്ളൊരു കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അത് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ എന്താണ് 5 മാർക്ക് കുറഞ്ഞത്, എങ്ങനെയാണ് അത് പഠിക്കായിട്ടാണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഒരുപാട് ചീത്ത പറഞ്ഞു. അതിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം അന്ന് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മകനുണ്ട്, പോലീസിലാണ്. പലരും കുട്ടികളൊക്കെ പോലീസ് മാമെന്ന് വിളിക്കും, ഞങ്ങൾ ചെറിയേട്ടൻ എന്ന് വിളിക്കുക. കാരണം അവർ 4 പേരായിരുന്നു, അതിൽ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ വലിയേട്ടൻ, ചെറിയേട്ടൻ, അങ്ങനെ ഉള്ള ഒരു വിളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ചെറിയേട്ടൻ വരട്ടെ, നിന്നെ ശരിയായി തരാം. അപ്പോൾ ചെറിയേട്ടൻ എല്ലാവർക്കും പേടിയായിരുന്നു. പേടി മാത്രമല്ല, ഒരു വാത്സല്യം, സ്നേഹം. ആ വ്യക്തിയുടെ ഒരു സ്വഭാവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഓരോ കുട്ടിയെയും എടുത്ത് പ്രത്യേകം
സംസാരിക്കുകയും അവരുടെ കുശലാന്വേഷണം നടത്തുകയും അവരുടെ തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക നിലയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിനെ. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ആരാധന പാത്രമായിരുന്നു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, അവൻ എല്ലാ പ്രാവശ്യവും വാങ്ങുന്നില്ലേ, ഒരു പ്രാവശ്യം കുറച്ച് 5 മാർക്ക് കുറഞ്ഞുണ്ടെന്നേ കുഴപ്പമില്ല, നിസ്സാരമായി പറഞ്ഞു. അടുത്ത റിസൾട്ട് വന്നപ്പം 15 മാർക്ക് കുറവായിരുന്നു. കാരണം ആ ഒരു 5 മാർക്ക് കുറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടും വലിയൊരു ഇഷ്യൂ ആണ് എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പേടിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് അത് സാരില്ല, അതൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി പറഞ്ഞപ്പോൾ സംഭവിച്ചത് വലിയൊരു കാര്യമൊന്നല്ല, സാധാരണ സംഭവിക്കാവുന്നതാണെന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായി. അടുത്ത പ്രാവശ്യം അവൻ ഒന്നുകൂടി മാനസികമായിട്ട് ഫ്രീ ആയി. അപ്പോൾ അവന് പിന്നെയും അതിൽ മാർക്ക് കുറഞ്ഞു. പിന്നെ അത് മെല്ലെ മെല്ലെ ആയിട്ട് ഒരു സാധാരണ വിദ്യാർത്ഥിയായി മാറി. അതിന് പ്രത്യേകത ഒന്നും ഇല്ലാതെ അങ്ങനെ പഠിക്കുന്ന കുട്ടികളിൽ പെടാതെ കുഴപ്പമില്ല പഠിച്ചോളും എന്നല്ലാതെ 1ാമൻ 2ാമൻ 3ാമൻ ആ പട്ടികയിൽ അവൻ പിന്നെ വന്നതേയില്ല. അതുപോലെ അതേസമയത്ത് തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ തിരിച്ച് നമ്മൾ കുട്ടികളെ പറയും തെറ്റാണെങ്കിൽ കൂടി തിരിച്ചാണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. പറയാണ് എന്തുകൊണ്ട് കുറഞ്ഞു, ഒരിക്കലും പാടില്ല, അടുത്ത പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയെന്ന് പറഞ്ഞു നമ്മളൊരു താക്കീത് പോലെ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി പിന്നെ ഒരിക്കലും താഴോട്ട് പോകാതെ ആ മാർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യായിരുന്നു. ഒരു കുഞ്ഞിനോട് അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാൻ വന്നത്. വളരെ വ്യത്യാസങ്ങൾ അവൻ്റെ വളർച്ചയിലും തളർച്ചയിലും ഉണ്ടാക്കും. പിന്നെ ഈ വാക്ക് സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വല്ലതും പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ തന്നെ കൂടി ലെങ്തായിപ്പോയി. അതുകൊണ്ട് ഇതിൽ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുന്നൂർ, പൂനെ.